പഠിക്കാനായിട്ടുള്ളത് പൈപ്പ് ഫ്രിക്ഷൻ അപ്പാരറ്റസ് ആണ്. നമുക്കറിയാം ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോൾ നമുക്കതിലെ ഹെഡ് നഷ്ടപ്പെടുന്നതിനുള്ള മേജർ ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേജർ ലോസ് എന്ന് പറയുന്നത്, മേജർ ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ലോസാണ്. ഓക്കെ, ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോൾ നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അപ്പോൾ ഈ പൈപ്പിന്റെ സർഫസ് വെള്ളത്തിലേക്ക് ഒഴുകുന്ന, വെള്ളം ഒഴുകുന്നതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഹെഡ് ലോസ് ആണ് മേജർ ലോസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ മുന്നിലുള്ളത്. ഒന്ന് ജെസീസ് ഇക്വേഷനും രണ്ടാമത് ഡാർസിസ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഡാർസിസ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ വേണ്ടത് ഓരോ പൈപ്പിനും ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫാക്ടർ, ഫ്രിക്ഷണൽ ഫാക്ടർ എന്ന് പറയും. ഓക്കെ, ഡാർസിസ് ഇക്വേഷൻ അനുസരിച്ച് HF, ഹെഡ് ലോസ് HF is equal to 4FL V² divided by 2GB എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന F എന്ന് പറയുന്ന ഫാക്ടർ ഓരോ പൈപ്പിനും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ പൈപ്പിന്റെ ഫ്രിക്ഷണൽ ഫാക്ടർ നമുക്ക് അറിയാമെങ്കിൽ മാത്രമാണ് ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഫ്രിക്ഷണൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഫ്രിക്ഷണൽ ലോസ് എത്രയാണെന്നുള്ളത് ഈ ഡിഫറൻഷ്യൽ മാനോമീറ്ററിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പൈപ്പിന്റെ രണ്ട് പോയിന്റുകളിലുള്ള ഹെഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഈ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിലൂടെ നമുക്ക് ലഭിക്കും. ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. അപ്പോൾ HF എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ദെൻ ആ HF-ന്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ പൈപ്പിന്റെ F കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ F കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ HF is equal to 4FL V² divided by 2GB. അതിൽ F എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, L എന്ന് പറയുന്നത് നമ്മൾ 3 മീറ്റർ ആണെന്ന് പറഞ്ഞു. ദെൻ V² ആണ്. V കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു ആക്ച്വൽ ഡിസ്ചാർജ് ഉണ്ട്. ആക്ച്വൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കളക്റ്റിംഗ് ടാങ്ക് ഉണ്ട്. ഈ കളക്റ്റിംഗ് ടാങ്കിൽ നിന്ന് നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ടൈം നോട്ട് ചെയ്യുക, 10 സെന്റിമീറ്ററിനുള്ള ടൈം നോട്ട് ചെയ്യാം. സോ ഏരിയ ഇൻറ്റു ഹൈറ്റ് വോളിയമായി ഡിവൈഡ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടും. ദെൻ ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഈ പൈപ്പിന്റെ ഏരിയ നമുക്കറിയാം. ആക്ച്വൽ ഡിസ്ചാർജ് QA is equal to A into V ആണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന ആക്ച്വൽ ഡിസ്ചാർജ് നമുക്കറിയണം. അത് നമ്മൾ കളക്റ്റിംഗ് ടാങ്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. സോ അതേ ഡിവൈഡ് ബൈ ഈ പൈപ്പിന്റെ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടി ഞാൻ പറയാം. HF is equal to 4FL V² divided by, അപ്പോൾ F കിട്ടി, നമുക്ക് F ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, L നമുക്ക് കിട്ടി, V നമുക്ക് കിട്ടി, ഡിവൈഡ് ബൈ 2GB. G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ദെൻ D ആണ്. D എന്ന് പറയുന്നത് ഈ പൈപ്പിന്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് HF കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇതിൽ നിന്ന് ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടുന്നു. ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കിട്ടുന്നു. ഇതിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് F നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പൈപ്പ് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് അതിന്റെ ഫ്രിക്ഷൻ ഫാക്ടർ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് HF കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ മാനോമീറ്ററിന്റെ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. ബട്ട് നമ്മൾ അവിടെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് കിട്ടിയാൽ മതി, ആ പൈപ്പിന്റെ F കിട്ടുമെങ്കിൽ, നമുക്ക് F അറിയാമെങ്കിൽ ആ ഇക്വേഷൻ HF is equal to 4FL V² divided by 2GB എന്നുള്ള ഇക്വേഷനിൽ നിന്ന് HF കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഫ്രിക്ഷണൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിക്ഷണൽ ഫാക്ടറാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ 3 പൈപ്പ് ഉണ്ട്. ഈ 3 പൈപ്പിന്റെയും നമ്മൾ ഫ്രിക്ഷണൽ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ പോകുന്നത്. നമ്മളിത് ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം പ്രൈമിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ടാവണം. പ്രൈമിങ്ങിന്റെ കാര്യങ്ങൾ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് പൈപ്പിന്റെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ആ പൈപ്പിന്റെ വാൽവ് നമ്മൾ മാക്സിമം ഓപ്പൺ ചെയ്ത് വെക്കുക, ബാക്കിയുള്ള 2 വാൽവുകൾ ക്ലോസ് ചെയ്ത് വെക്കുക. തുടർന്ന് നമ്മൾ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിലേക്കുള്ള എല്ലാ വാൽവുകളും നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് വെക്കുന്നത്, ക്ലോസ് കണ്ടീഷനാണ് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മോട്ടോർ ഓൺ ആക്കുകയാണ്, പമ്പ് വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ദെൻ നമുക്കറിയാം വെള്ളം അതിലേക്ക് കടക്കാനായിട്ട്
പൈപ്പിലൂടെ നമ്മൾ വെള്ളം ഒഴുകുന്നുണ്ട്. തുടർന്ന് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ആ 2 പോയിന്റുകൾ തമ്മിലുള്ള പൈപ്പിലുള്ള 2 അറ്റത്തിലുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ് നമുക്ക് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 വാൽവുകൾ നമ്മൾ അവിടെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. അതിന് നമുക്കറിയാം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, ഡ്രൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള 2 വാൽവുകൾ മുകളിലുണ്ട്. തുടർന്ന് നമ്മൾ H1ഉം H2ഉം റീഡിങ് എടുക്കാം. H1 റീഡിങ്ങും H2 റീഡിങ്ങും നമ്മൾ എടുക്കുന്നു. അതേ തുടർന്ന് നമ്മളത് കളക്റ്റിംഗ് ടാങ്കിലെ വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം 10 സെൻറ്റിമീറ്റർ ഐസിനുള്ള ടൈം നമ്മളവിടെ നോക്കുക. അതിനുള്ള ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് നമ്മൾ നേരത്തെ ആ വാൽവ് ഒന്ന് ചെറുതായിട്ട് ക്ലോസ് ചെയ്യുകയാണ്. കാരണം നമുക്ക് 5 സെറ്റ് റീഡിംഗ് ആണ് എടുക്കേണ്ടത്. കുറച്ച് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും വന്ന് H1ഉം H2ഉം നമ്മൾ റീഡിംഗ് എടുക്കുകയാണ്. H1 റീഡിങ്ങും H2 റീഡിങ്ങും എടുക്കുന്നു. തുടർന്ന് വീണ്ടും നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. കളക്റ്റിംഗ് ടാങ്കിൽ 10 സെൻറ്റിമീറ്റർ ഐസിനുള്ള ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെ 5 സെറ്റ് റീഡിംഗ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇങ്ങനെ ഒന്നാമത്തെ പൈപ്പിലെ 5 സെറ്റ് റീഡിംഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ പൈപ്പിലെ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം? രണ്ടാമത്തെ വാൽവ് ഓപ്പൺ ചെയ്യണം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാനോമീറ്റർ റീഡിങ്സിലുള്ള വാൽവ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചു. രണ്ടാമത്തെ പൈപ്പിൻ്റെ വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ തുടർന്ന് രണ്ടാമത്തെ പൈപ്പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാനോമീറ്ററിലേക്ക് ഒഴുകുന്ന വാൽവുകൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ദെൻ ഇതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത പോലെ H1ഉം H2ഉം ടൈമും അങ്ങനെ 3 സെറ്റ് റീഡിങ് 5 തവണ എടുക്കുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മൾ 3 പൈപ്പിലും നമ്മൾ ചെയ്യുന്നത്.